ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് ഫീലിങ്സ് എന്താണെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ കാർഡ് ഇവിടെ ഓൾറെഡി സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് 3 കാർഡായിട്ടാണ് നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് പോസിറ്റീവായിട്ട് ചിന്തിക്കുക, അവരെക്കുറിച്ചുള്ള നല്ല മെമ്മറീസ് ഒക്കെ മനസ്സിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. എന്നിട്ട് ഇതിൽ ഏതെങ്കിലും ഒരു കാർഡ് സെലക്ട് ചെയ്യുക പ്രാർത്ഥിച്ചിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്ത ആളുകളുടെ പേഴ്സന്റെ കറന്റ് ഫീലിങ്സ് നോക്കാം. നൈറ്റ് ഓഫ് വൺസ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഈ കാർഡിൽ കാണുന്ന പോലെ തന്നെ ഫാസ്റ്റ് മൂവിങ് ആണ്. നിങ്ങളുമായിട്ട് ഇപ്പോൾ ഒരു നോ കോണ്ടാക്റ്റിലായിരിക്കാം ഇപ്പോൾ ഈ പേഴ്സൺ. അവർ നിങ്ങളിലേക്ക് എത്രയും വേഗം വരുന്നു എന്നുള്ളതാണ്. കുതിരപ്പുറത്ത് സ്ട്രോങ് ആയിട്ടൊരു വ്യക്തിത്വം സ്പീഡിൽ വരുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ അതേ സ്പീഡിൽ തന്നെ നിങ്ങളിലേക്ക് എത്രയും വേഗം വരണം എന്ന് അവർ ആഗ്രഹിക്കുന്നു. അതിനായിട്ട് അവർ പ്ലാൻ ചെയ്യുന്നു എന്നുള്ളതാണ് പോസിറ്റീവ് സൈനാണ്. നെക്സ്റ്റ് കാർഡ് സെലക്ട് ചെയ്തവരുടെ നോക്കാം. ഇവിടെയും ഒരു നോ കോണ്ടാക്റ്റിലായിരിക്കാം. നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങൾക്കോ നിങ്ങളുടെ റിലേഷൻഷിപ്പിനോ വാല്യൂ തരാതെ പോയ ഒരു വ്യക്തി ആയിരിക്കണം. പക്ഷെ അവരിപ്പോൾ ചിന്തിക്കുന്നതും നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതും അവരത് മനഃപൂർവ്വം ചെയ്തതല്ല. അവർക്ക് ഒരുപാടൊരു ഭാരങ്ങൾ, റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഒരുപാടുള്ള വ്യക്തി ആയിരിക്കണം. അവർക്കത് ചുമന്ന് വയ്യാതായിരിക്കുന്നു, താഴ്ത്തിറക്കി വെക്കാനും വയ്യ. അപ്പോൾ നിങ്ങളോട് അവരതൊക്കെ പറയണം. നിങ്ങൾ അവർക്കൊരു സപ്പോർട്ട് ആവണം. അവരുടെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കണം. അവർ മനഃപൂർവ്വം നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്നതല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു സപ്പോർട്ടായിട്ട് അവർക്ക് വേണം എന്നവർ ആഗ്രഹിക്കുന്നു. അപ്പോൾ നിങ്ങളോടൊരു കമ്മ്യൂണിക്കേഷൻ അവർ എല്ലാം തുറന്നു പറഞ്ഞ് ഒരു നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ആള്. നല്ലപോലെ വിഷമമുണ്ട്, ഭാരം ചുമന്ന് വയ്യാതിരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. തേർഡ് വൺ നോക്കുമ്പോൾ ഓക്കെ, ഒരു ഹാർട്ട് ബ്രേക്ക് ആണ്. നിങ്ങൾക്കൊരു ഹാർട്ട് ബ്രേക്ക് തന്നു പോയിട്ടുള്ള ഒരു പേഴ്സൺ ആണിത്. പക്ഷെ അവരിപ്പോൾ ഒരുപാട് നിങ്ങളെ ഓർക്കുന്നുണ്ട്, മിസ് ചെയ്യുന്നുണ്ട്. അവർക്ക് പറ്റിയ തെറ്റില്ല ഒരു കുറ്റബോധം, പശ്ചാത്താപം എല്ലാം ഉണ്ട്. അവരൊരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നിങ്ങളുമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. പക്ഷെ അവിടെയും ഒരു തടസ്സം ഉണ്ട്. ഒരു തേർഡ് പാർട്ടി, നിങ്ങളുടെ ബന്ധം ഇഷ്ടമല്ലാത്തൊരു തേർഡ് പാർട്ടി അത് മുടക്കാനായിട്ട് പല വിധത്തിലും ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ മേ ബി പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വഴക്ക് തന്നെ ഇപ്പോൾ ഒരു തേർഡ് പാർട്ടി കാരണമായിരിക്കാം. അപ്പോൾ എന്തു തന്നെ ആയാലും നിങ്ങളിലേക്ക് വരണം, നിങ്ങളോട് പറഞ്ഞത് കോംപ്രമൈസ് ചെയ്യണം എന്ന് അവർ ആഗ്രഹിക്കുന്നു. അപ്പോൾ അത് നിങ്ങളുടെ ഓപ്ഷനാണ്, അവരെ സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ളത്. നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ അവരോട് സംസാരിച്ച് അത് പരിഹരിക്കുക. ഇനി അല്ല എന്നാണെങ്കിലും നിങ്ങളുടെ ഓപ്ഷനാണ്. സ്വീകരിക്കാനാണെങ്കിൽ നിങ്ങൾ ആ തേർഡ് പാർട്ടി റിമൂവലിന് വേണ്ടിയിട്ട് ക്ലെയിം ചെയ്യുക. സ്ട്രോങ് റീകൺസിലിയേഷന് വേണ്ടിയിട്ടും ക്ലെയിം ചെയ്യുക. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയണം. എന്നെ കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ താങ്ക് യു.